നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനോട് രൂക്ഷമായ ചോദ്യങ്ങൾ ഉയർത്തി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി. ഉത്തരം മുട്ടി പാകിസ്ഥാന്റെ പ്രതിനിധി. പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയതിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഐക്യരാഷ്ട്രസഭ. ഭീകരർ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടെന്നും UN. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനം ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി കൂടിയാലോചന ആരംഭിച്ചിട്ടും നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 12ാം രാത്രിയും പാകിസ്ഥാൻ വെടിവെപ്പ് തുടരുന്നു. രാജ്യ താൽപര്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഇൻഫ്ലുവൻസർമാർക്കെതിരെയും നടപടി ഘടിപ്പിക്കാൻ കേന്ദ്രം. ദേശവിരുദ്ധ ഉള്ളടക്കമുള്ള അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ ഇലക്ട്രോണിക്സ് IT മന്ത്രാലയങ്ങൾക്ക് അറിയിപ്പ്. സംവരണത്തിന് അർഹൻ ദേവികുളം MLA എ രാജയ്ക്ക് MLA ആയി തുടരാമെന്ന് കോടതിയുടെ നിർണായക വിധി. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തെ തള്ളിപ്പറഞ്ഞ് മുൻ US പ്രസിഡന്റ് മൈക്ക് പെൻസ്. ട്രംപിന്റെ താരിഫ് വർധനവ് രാജ്യത്ത് വിലക്കയറ്റത്തിനും ക്ഷാമത്തിനും കാരണമാകുമെന്നും മൈക്ക് പെൻസ്. US വിടുന്ന അനധികൃത കുടിയേറ്റക്കാർക്കിനി ട്രംപ് വക പാരിതോഷികവും. രേഖകളില്ലാതെ കുടിയേറ്റക്കാർക്ക് US വിടാൻ ട്രംപ് ഭരണകൂടം $1000 വീതം നൽകും. ഗാസ പൂർണ്ണമായും രാജ്യത്തോട്ട് കൂട്ടിച്ചേർക്കാൻ ഓപ്പറേഷൻ ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്ന പേരിൽ പുതിയ ആക്രമണ പദ്ധതിക്ക് രൂപം നൽകി ഇസ്രായേൽ. ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് ഗാസയിലെ പ്രദേശങ്ങൾ ഒഴിപ്പിക്കുക ലക്ഷ്യം. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ദാനി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. ക്രിമിനൽ കേസുകളുടെ നടപടിക്രമങ്ങൾ AI മാറ്റാൻ UAE പദ്ധതി. പെറുവിലെ പറ്റാസിൽ 13 സ്വർണ്ണ ഖനി തൊഴിലാളികളെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. സ്വർണ്ണ ഖനനം നിർത്തിവെപ്പിച്ച് പ്രസിഡന്റ് ദിന ബലുവാർട്ടെ. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനോട് രൂക്ഷമായ ചോദ്യങ്ങൾ ഉയർത്തി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി. ഉത്തരം മുട്ടി പാകിസ്ഥാന്റെ പ്രതിനിധി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് പരിഹാരം കാണുവാനാണ് സമിതി ചേർന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 പേരുടെ ജീവനെടുത്ത ആക്രമണത്തിൽ ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് പങ്കുണ്ടോ എന്നതുൾപ്പെടെ ഐക്യരാഷ്ട്രസഭ പാകിസ്ഥാനോട് ആരാഞ്ഞു. പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയതിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു. ഭീകരർ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടെന്നും UN നിരീക്ഷിച്ചു. ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിലൂടെ പരിഹരിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം. ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും നടപടികളും ഉയർത്തിക്കാട്ടി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയാർജിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം UN സുരക്ഷാ സമിതിയിൽ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനം ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി കൂടിയാലോചന ആരംഭിച്ചിട്ടും നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 12ാം രാത്രിയും പാകിസ്ഥാൻ വെടിവെപ്പ്. ജമ്മു കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദർ, നൌഷേര, സുന്ദർബാനി, അഖ്നൂർ എന്നിവിടങ്ങളിലാണ് വെടിവെപ്പ് നടന്നത്. പ്രകോപനമില്ലാതെയായിരുന്നു വെടിയുതിർത്തത്. മറുപടിയുമായി ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു. രാജ്യ താൽപര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഇൻഫ്ലുവൻസേഴ്സിനുമെതിരെ നടപടി ഘടിപ്പിക്കാൻ കേന്ദ്രം. ദേശവിരുദ്ധ ഉള്ളടക്കമുള്ള അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ ഇലക്ട്രോണിക്സ് IT മന്ത്രാലയങ്ങൾ അറിയിപ്പ് നൽകി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക, പരിഭ്രാന്തി സൃഷ്ടിക്കുക, ദേശവിരുദ്ധ ഉള്ളടക്കം പങ്കുവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിയതിനാൽ നടപടിയെടുക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇത്തരം ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസർമാരുടെയും അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ ഈ മാസം 8-നകം കൈമാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നടപടികളുടെ ഭാഗമായി കേന്ദ്രം പുതിയ മാനദണ്ഡങ്ങൾ ഇറക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരായാണ് നടപടി. ദേവികുളം MLA എ രാജ സംവരണത്തിന് അർഹനാണെന്നും രാജയ്ക്ക് MLA ആയി തുടരാമെന്നും സുപ്രീം കോടതി വിധി. രാജയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ടായിരുന്നു ദേവികുളം തിരഞ്ഞെടുപ്പ് കേസിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി. എ രാജയ്ക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത്. എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടെന്ന് ജസ്റ്റിസ് അമാനുള്ള കൂട്ടിച്ചേർത്തു. സംവരണ സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി 2023 മാർച്ച് 20-നാണ് എ രാജയുടെ തിരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കിയത്. അന്ന് UDF സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. ഹൈക്കോടതി വിധിക്കെതിരെയാണ് എ രാജ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തെ തള്ളിപ്പറഞ്ഞ് മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. ട്രംപിന്റെ താരിഫ് വർധനവ് രാജ്യത്ത് വിലക്കയറ്റത്തിനും ക്ഷാമത്തിനും കാരണമാകുമെന്നും അദ്ദേഹത്തിന്റെ ഈ സമീപനം പൊതുജന സമ്മർദ്ദത്തിലേക്ക് നയിക്കുമെന്നും മൈക്ക് പെൻസ് പറഞ്ഞു. ഉക്രൈനുള്ള വൈറ്റ് ഹൌസിന്റെ പിന്തുണയെ അലസമെന്നും പെൻസ് പരിഹസിക്കുകയും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു. US വിടുന്ന അനധികൃത കുടിയേറ്റക്കാർക്കിനി ട്രംപ് വക പാരിതോഷികവും. കുടിയേറ്റത്തിനെതിരായ ഏറ്റവും പുതിയ നടപടികളുടെ ഭാഗമായി രേഖകളില്ലാതെ കുടിയേറ്റക്കാർക്ക്
US വിടാൻ ട്രംപ് ഭരണകൂടം $1000 വീതം നൽകും. സ്വമേധയാ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നതിന് പ്രോത്സാഹനമായി കുടിയേറ്റ പദവിയിലേക്ക് US ആളുകൾക്ക് $1000 പേയ്മെന്റ് വാഗ്ദാനം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. CBP ഹോം എന്ന ആപ്പ് ഉപയോഗിച്ച് രാജ്യം വിടാൻ വിസമ്മതിക്കുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് സാമ്പത്തിക യാത്രാ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ഈ സംരംഭത്തിന് രൂപം നൽകി കഴിഞ്ഞു. ഗാസ പൂർണ്ണമായും രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ ഓപ്പറേഷൻ ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്ന പേരിൽ പുതിയ ആക്രമണ പദ്ധതിക്ക് രൂപം നൽകി ഇസ്രായേൽ. ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത ഗാസയിലെ പ്രദേശങ്ങൾ ഒഴിപ്പിക്കുകയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതോടെ ഇസ്രായേൽ സൈനികർ ഗാസയിലേക്ക് പോകുകയോ റെയ്ഡുകൾ നടത്തുകയോ ചെയ്യില്ല. ഗാസ മുനമ്പ് കീഴടക്കാനും അവിടെ സുസ്ഥിര സാന്നിധ്യം സ്ഥാപിക്കാനുമുള്ള പദ്ധതിക്ക് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഓപ്പറേഷൻ ഗിഡിയോൺസ് ചാരിയറ്റ്സിൽ ഗാസയിലെ വിശാലമായ ആക്രമണവും സ്ട്രിപ്പിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും നീക്കവും ഉൾപ്പെടും. തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ, തീവ്രവാദികളെ ഇല്ലാതാക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കൽ എന്നിവ നടപ്പാക്കും. അക്രമാസക്തമായ ഉള്ളടക്കങ്ങൾ, സൈബർ ഭീഷണി തുടങ്ങിയവയിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നതിനായി 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കാൻ നിർദ്ദേശിച്ച് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സോൺ. ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച കരട് നിയമം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് അക്കൗണ്ട് സൃഷ്ടിക്കാൻ കുറഞ്ഞത് 16 വയസ്സ് പ്രായമുണ്ടെന്ന് സ്ഥിരീകരിക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ $2 മില്യൺ വരെ പിഴ ഈടാക്കുമെന്നും പറഞ്ഞു. അതിന്റെ സാമൂഹിക ഉത്തരവാദിത്തം ടെക് കമ്പനികൾക്കാണെന്നും ലക്സോൺ പറഞ്ഞു. മയക്കുമരുന്ന് കടത്തിനെതിരെ പോരാടുന്നതിന് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ US സൈനിക സാന്നിധ്യം ആവശ്യപ്പെട്ടേക്കാമെന്ന ആശങ്കയിൽ മെക്സിക്കോ. മയക്കുമരുന്ന് കടത്തിനെതിരെ പോരാടാൻ സഹായിക്കുന്നതിന് മെക്സിക്കോയിലേക്ക് US സൈന്യത്തെ അയക്കാനുള്ള ട്രംപിന്റെ ഒരു ഓഫർ കഴിഞ്ഞ ആഴ്ച താൻ നിരസിച്ചതായി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോയ്ഡ ഷെയ്ൻബോം വെളിപ്പെടുത്തി. ഇരു നേതാക്കളും തമ്മിലുള്ള ആശയവിനിമയം ഇതുവരെ വളരെ മികച്ചതായിരുന്നുവെന്നും ഷെയ്ൻബോം പറഞ്ഞു. ട്രംപിനെ സമാധാനിപ്പിക്കാനും US മെക്സിക്കോ വ്യാപാര ബന്ധം സംരക്ഷിക്കാനും മെക്സിക്കൻ പരമാധികാരം സംരക്ഷിക്കാനും പരമാവധി ശ്രമിക്കുകയാണെന്ന് ഷെയ്ൻബോം. പെറുവിലെ വടക്കൻ മേഖലയിലെ പറ്റാസിൽ 13 സ്വർണ്ണഖനി തൊഴിലാളികളെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഇതോടെ സ്വർണ്ണഖനനം നിർത്തിവെക്കുകയും 12 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു. പെറുവിലെ ഒരു സ്വർണ്ണഖനന കമ്പനിയായ ലാ പൊട്രോയിലെ 13 കരാർ തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ ഖനിയിലെ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയതായി പറഞ്ഞു. ലോ പെഡ്രോസ പ്രവർത്തിക്കുന്ന പ്രദേശത്തിന്റെ നിയന്ത്രണം സായുധ സേന ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ബൊലുവാർട്ടെ തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇംഗ്ലണ്ടിലെ ഡാർട്ട്മൂർ ദേശീയ പാർക്കിൽ കാട്ടുതീയിൽ ഇതുവരെ ഏകദേശം 12,500 ഏക്കർ ഭൂമി കത്തി നശിച്ചു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ആരംഭിച്ച തീ 3 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചതായും 13 സ്റ്റേഷനുകളിൽ നിന്നുള്ള സംഘത്തെ കട്ട് ഹില്ലിനടുത്തുള്ള ഡാർട്ട്മൂർ വനമേഖലയിലേക്ക് വിന്യസിച്ചതായും ഡെവൻ ആൻഡ് സോമർസെറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അറിയിച്ചു. ഇനി ഗൾഫ് ന്യൂസ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ദാനി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹീമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAE പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം ഞായറാഴ്ചയാണ് അമീർ UAE സന്ദർശനത്തിനെത്തിയത്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സാഹോദര്യ ബന്ധം പുലർത്തുന്നതിനും പരസ്പര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സംബന്ധിച്ച ചർച്ചകൾ നടത്തിയതായി UAE വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു. ഒപ്പം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നതായിരുന്നു കൂടിക്കാഴ്ച. ക്രിമിനൽ കേസുകളുടെ നടപടിക്രമങ്ങൾ AI മാറ്റാൻ UAE പദ്ധതി അവതരിപ്പിച്ചു. പരാതി സ്വീകരിക്കുന്നത് മുതൽ തരംതിരിക്കുന്നത് വരെ തെളിവുകൾ വിശകലനം ചെയ്യുന്നത് വരെയും AI സഹായത്തോടെ ആയിരിക്കും. കേസുകൾ തീർപ്പാക്കാനുള്ള സമയവും കൃത്യതയും 100% മെച്ചപ്പെടുത്താനാണ് ലക്ഷ്യം. UAE പബ്ലിക് പ്രോസിക്യൂഷൻ അബുദാബിയിലെ ഗവൺമെന്റ് എമർജിംഗ് ടെക്നോളജീസ് ഉച്ചകോടിയിലാണ് അവതരിപ്പിച്ചത്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും കൃത്യത കൂട്ടാനും സുതാര്യത വർദ്ധിപ്പിക്കാനും കഴിയും. ഗാസ വിഷയത്തിൽ ഖത്തർ ഇരട്ട ഗെയിം കളിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾക്കെതിരെ ഖത്തർ വ്യാജവാദങ്ങൾ ഉയർത്തി നരഹത്യയെ ന്യായീകരിക്കുകയാണ് ഇസ്രായേലെന്നും ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ മൂലം നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവുമായ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി വ്യക്തമാക്കി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ഖത്തർ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഖത്തറിനെതിരായ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആരോപണം. അനധികൃതമായി പൊതു ഇടങ്ങളിൽ പരസ്യങ്ങളോ അറിയിപ്പുകളോ പതിക്കുന്നത് 4000 ദിർഹം വരെ പിഴ ലഭിക്കുമെന്ന കുറ്റമാണെന്ന് അബുദാബി അധികൃതർ മുന്നറിയിപ്പ് നൽകി. നഗരഭംഗിക്ക് കോട്ടം വരുത്തുന്ന പ്രവർത്തികൾ തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി.
അച്ചടിച്ചതോ എഴുതിയതോ ആയ അറിയിപ്പുകളോ പരസ്യങ്ങളോ അനുമതിയില്ലാതെ പൊതു ഇടങ്ങളിൽ പതിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് അബുദാബി നഗര ഗതാഗത വകുപ്പ് സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പറഞ്ഞു. ഇനിയൊരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ജാതി സർവേക്ക് തെലങ്കാന മാതൃക ഉപയോഗിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ. ജാതി സെൻസസ് വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ഉടൻ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ടാണ് മോദിക്ക് ഖാർഗെ കത്തയച്ചത്. കത്തിൽ സംവരണത്തിനുള്ള 50% പരിധി നീക്കം ചെയ്യാനും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ SC, ST, OBC വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്ന ആർട്ടിക്കിൾ 15(5) ഉടൻ നടപ്പിലാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ സൈറ്റുകളിൽ അതിക്രമിച്ച് കയറിയതായി അവകാശപ്പെട്ട് പാക് ഹാക്കർ ഗ്രൂപ്പ്. പാകിസ്ഥാൻ സൈബർ ഫോഴ്സ് എന്ന് വിളിക്കുന്ന ഹാക്കർ ഗ്രൂപ്പാണ് സൈബർ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. AVNL ഔദ്യോഗിക വെബ്സൈറ്റിൽ പാകിസ്ഥാൻ പതാകയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ ഉപയോഗിച്ചതായും വിവരമുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതേ തുടർന്ന് മുൻകരുതൽ നടപടിയെന്ന നിലയിൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും നിർമ്മിക്കുന്ന പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ അർമേഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് തിങ്കളാഴ്ച നീക്കം ചെയ്തു. വെബ്സൈറ്റിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രവും ആസൂത്രിതവുമായ ഓഡിറ്റിംഗിനായി AVNL വെബ്സൈറ്റ് ഓഫ്ലൈനായി ആക്കിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ റെയിൽവേ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്ന് വിമർശനം കണക്കിലെടുത്താണ് പുതിയ നീക്കത്തിന് റെയിൽവേ ഒരുങ്ങുന്നത്. വന്ദേ ഭാരതിലെ ടിക്കറ്റ് നിരക്കുകൾ ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന മറ്റ് ട്രെയിൻ സർവീസുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഈ ട്രെയിനുകൾ സമ്പന്നർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്നും ഇവയ്ക്ക് പോകാൻ സൗകര്യമൊരുക്കുന്നതിന് സാധാരണക്കാർ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ പിടിച്ചിടുന്നു എന്നും വിമർശനം ശക്തമാണ്. എങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ കുറയ്ക്കുക എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. സബ്സിഡി ടിക്കറ്റുകൾ നൽകാമെന്ന ആലോചനയുണ്ട്. ഇനി കേരള ഹൈലൈറ്റ്സ്. തന്റെ ദുശീലങ്ങളിൽ ഇൻഫ്ലുവൻസ് ആവരുതെന്ന് ആരാധകരോട് അഭ്യർത്ഥിച്ച് റാപ്പർ വേടൻ. കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു വേടൻ. തനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ലെന്നും ഒറ്റയ്ക്കാണ് വളർന്നതെന്നും പറഞ്ഞ വേടൻ താൻ തിരുത്തുമെന്നും വ്യക്തമാക്കി. പഠിക്കൂ, അധികാരം കയ്യിലെടുക്കൂ, ജനങ്ങൾക്ക് വേണ്ടി പോരാടൂ എന്ന സന്ദേശവും വേടൻ നൽകി. താൻ ഒരു പാർട്ടിയുടെയും ആളല്ല, പൊതുസ്വത്താണ്. ജനങ്ങൾക്കും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനും നന്ദിയുണ്ടെന്നും വേടൻ പറഞ്ഞു. KPCC അധ്യക്ഷ ചർച്ചയിൽ കത്തോലിക്ക സഭ ഇടപെട്ടെന്ന വാർത്തകൾ തള്ളി സഭയുടെ മുഖപത്രം ദീപികയുടെ മുഖപ്രസംഗം. അധ്യക്ഷന്റെ മതമല്ല, പാർട്ടിയുടെ മതേതരത്വമാണ് മുഖ്യമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുഖപ്രസംഗം. കോൺഗ്രസ് നേതൃത്വത്തെ ദീപിക മുഖപ്രസംഗം രൂക്ഷമായി വിമർശിച്ചു. ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ ഉള്ള കലാപമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും അതാണ് KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ കാണുന്നതെന്നും ഞങ്ങൾക്കും ഇത്ര മന്ത്രി വേണം, KPCC അധ്യക്ഷ പദവി വേണമെന്നൊന്നും കത്തോലിക്ക സഭ പറഞ്ഞിട്ടില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. സ്ഥാനമാനങ്ങളുടെ വീതം വെപ്പല്ല പ്രധാനം, നീതിയുടെ വിതരണമാണ് പ്രധാനമെന്നും ദീപിക മുഖപ്രസംഗം ഓർമ്മിപ്പിച്ചു. യുക്മ സാംസ്കാരിക വേദിക്ക് പുതിയ നേതൃത്വം. യുക്മയുടെ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മുഖമായ യുക്മ സാംസ്കാരിക വേദിയുടെ വൈസ് ചെയർമാനായി ലിറ്റി ജിജോ, ജനറൽ കൺവീനർമാരായി ബിനോ ആന്റണി, അഡ്വക്കേറ്റ് ജാക്സൺ തോമസ് എന്നിവരെ യുക്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB സെബാസ്റ്റ്യൻ നിയോഗിച്ചു. UK മലയാളികളുടെ സർഗവാസനകളെയും സാംസ്കാരിക ചേതനകളെയും പരിപോഷിപ്പിക്കുവാൻ നേതൃത്വം നൽകി വരുന്ന യുക്മ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രാപ്തരും പരിചയസമ്പന്നരുമായ നേതൃനിരയാണ് ചുമതലയേൽക്കുന്നത് എന്ന് ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു. യുക്മ സാംസ്കാരിക വേദി വൈസ് ചെയർമാനായി ചുമതലയേൽക്കുന്ന ലിറ്റി ജിജോ ബർമിംഗ്ഹാം കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ NHS ട്രസ്റ്റിൽ സീനിയർ കമ്മ്യൂണിറ്റി ഫിസിയോതെറാപ്പിസ്റ്റാണ്. UKയിലെ പ്രമുഖ മലയാളി അസോസിയേഷനുകളിൽ ഒന്നായ ബർമിംഗ്ഹാം സിറ്റി മലയാളി കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയാണ് ലിറ്റി. യുക്മ സാംസ്കാരിക വേദി ജനറൽ കൺവീനറായി ചുമതലയേൽക്കുന്ന ബിനോ ആന്റണി കലാ കായിക സാംസ്കാരിക രംഗങ്ങളിലെ മികച്ച ഒരു സംഘാടകൻ എന്ന നിലയിൽ UK മലയാളികൾക്ക് സുപരിചിതനാണ്. നിലവിൽ വെയിൽസ് റീജിയണൽ യുക്മയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. യുക്മ സാംസ്കാരിക വേദി ജനറൽ കൺവീനറായി ചുമതലയേൽക്കുന്ന അഡ്വക്കേറ്റ് ജാക്സൺ തോമസ് നിയമബിരുദധാരിയും അഭിനേതാവ്, ഗാനരചയിതാവ് എന്നീ നിലകളിലും പ്രശസ്തനാണ്. സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ക്രിസ്ത്യൻ യൂണിയൻ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് കമ്മീഷൻ അംഗമായും ജാക്സൺ സേവനമനുഷ്ഠിക്കുന്നു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 112.21 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 84.36 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 95.52 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ഫുട്ബോൾ പ്രീമിയർ ലീഗ് സീസൺ അവസാനത്തോടെ
സൂപ്പർ താരം ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് ലിവർപൂൾ വിടും. ലിവർപൂളുമായുള്ള കരാർ പുതുക്കില്ലെന്ന് പ്രതിരോധ താരമായ അർണോൾഡ് വ്യക്തമാക്കി. ലിവർപൂൾ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായതിന് പിന്നാലെയാണ് അർണോൾഡിന്റെ പ്രഖ്യാപനം. 6-ാം വയസ്സിൽ ലിവർപൂൾ അക്കാഡമിയിലെത്തിയ അർണോൾഡ് 2016 സീനിയർ ടീമിൽ അരങ്ങേറ്റം നടത്തി. ക്ലബിനായി 352 മത്സരങ്ങളിൽ നിന്ന് 23 ഗോൾ നേടി 8 കിരീട വിജയങ്ങളിൽ പങ്കാളിയായി. 26-കാരനായ അർണോൾഡ് ഫ്രീ ട്രാൻസ്ഫറിൽ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡുമായി കരാർ ഒപ്പിടുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനോട് രൂക്ഷമായ ചോദ്യങ്ങൾ ഉയർത്തി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി. ഉത്തരം മുട്ടി പാകിസ്ഥാന്റെ പ്രതിനിധി. പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയതിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഐക്യരാഷ്ട്രസഭ. ഭീകരർ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടെന്നും UN. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനം ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി കൂടിയാലോചന ആരംഭിച്ചിട്ടും നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 12-ാം രാത്രിയും പാകിസ്ഥാൻ വെടിവെപ്പ് തുടരുന്നു. രാജ്യ താൽപര്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഇൻഫ്ലുവൻസർമാർക്കെതിരെയും നടപടി ഘടിപ്പിക്കാൻ കേന്ദ്രം. ദേശവിരുദ്ധ ഉള്ളടക്കമുള്ള അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ ഇലക്ട്രോണിക്സ് IT മന്ത്രാലയങ്ങൾക്ക് അറിയിപ്പ്. സംവരണത്തിന് അർഹൻ ദേവികുളം MLA എ രാജയ്ക്ക് MLA ആയി തുടരാമെന്ന് കോടതിയുടെ നിർണായക വിധി. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തെ തള്ളിപ്പറഞ്ഞ് മുൻ US പ്രസിഡന്റ് മൈക്ക് പെൻസ്. ട്രംപിന്റെ താരിഫ് വർധനവ് രാജ്യത്ത് വിലക്കയറ്റത്തിനും ക്ഷാമത്തിനും കാരണമാകുമെന്നും മൈക്ക് പെൻസ്. US വിടുന്ന അനധികൃത കുടിയേറ്റക്കാർക്കിനി ട്രംപ് വക പാരിതോഷികവും. രേഖകളില്ലാതെ കുടിയേറ്റക്കാർക്ക് US വിടാൻ ട്രംപ് ഭരണകൂടം $1000 വീതം നൽകും. ഗാസ പൂർണ്ണമായും രാജ്യത്തോട്ട് കൂട്ടിച്ചേർക്കാൻ ഓപ്പറേഷൻ ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്ന പേരിൽ പുതിയ ആക്രമണ പദ്ധതിക്ക് രൂപം നൽകി ഇസ്രായേൽ. ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് ഗാസയിലെ പ്രദേശങ്ങൾ ഒഴിപ്പിക്കുക ലക്ഷ്യം. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ദാനി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. ക്രിമിനൽ കേസുകളുടെ നടപടിക്രമങ്ങൾ AI മാറ്റാൻ UAE പദ്ധതി. പെറുവിലെ പറ്റാസിൽ 13 സ്വർണ്ണഖനി തൊഴിലാളികളെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. സ്വർണ്ണം ഖനനം നിർത്തിവെപ്പിച്ച് പ്രസിഡന്റ് ദിന ബലുവാർട്ടെ. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.